ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു 8 മീറ്റർ ഒരു സർക്കംഫറൻസിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് നടക്കാം. അപ്പം നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ് ആവുന്നത് കാണാം. ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു മോഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ലൈറ്റ് കത്തും, അല്ലെങ്കിൽ ഡിമ്മായിരിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിനെ ബ്രൈറ്റർ ആക്കും. ഇത്രയും പണികൾ നമ്മൾ ഒരു നോർമൽ വയർഡ് ആയിട്ടുള്ള പോൾ ലൈറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുക്കണം. നമ്മൾ സ്വിച്ചിന് ഏതെങ്കിലും ഒരു ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇത്ര സമയം തൊട്ട് ഇത് ഓൺ ആവണം, ഇത്രയും സമയം തൊട്ട് ഓഫ് ആവുക. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് നമുക്ക് സ്പെൻഡ് ആവുന്നത് വീടിൻ്റെ ലൈറ്റിങ്ങിലാണ്. കാരണം പണ്ടത്തെ വീടൊക്കെ പോലെ നമ്മൾ നോർമലായിട്ടുള്ള ട്യൂബോ അല്ലെങ്കിൽ മറ്റേ CFL ബൾബോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യാറ്. നമ്മൾ പലപ്പോഴും ആംബിയൻ ലൈറ്റിംഗ്, അതുപോലെ സ്ട്രിപ്പ് ലൈറ്റിംഗ്, ട്രാക്കിലുള്ള ലൈറ്റിംഗ്, അങ്ങനെ ഒത്തിരി ലൈറ്റിംഗ് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് നമ്മൾ ചെയ്യും. ആ ലൈറ്റിംഗ് എല്ലാം ശരിക്കും എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ അതിലും കൂടുതൽ എക്സ്പെൻസീവാണ് നമ്മൾ വീടിൻ്റെ ഔട്ട്ഡോറിൽ ചെയ്യുന്ന ലൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വീടൊക്കെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീട് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ വീടിന് ഉള്ളൊരു ലാൻഡ്സ്കേപ്പ് ഭംഗിയായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിലൊക്കെ ലൈറ്റ്സും വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്കുള്ള ലൈറ്റ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി നേരെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഓരോ കോമ്പണൻസിനും നമുക്ക് ഈ വാട്ടർ പ്രൂഫും അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഉദാഹരണത്തിന് നമ്മൾ ലൈറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വയർ അണ്ടർഗ്രൗണ്ട് UG കേബിൾസ് നമ്മൾ യൂസ് ചെയ്യണം. UG കേബിളിൻ്റെയൊക്കെ ഒരു പ്രൈസിങ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു മീറ്ററിന് 80 രൂപ അടുപ്പിച്ചിട്ട് UG കേബിളിന് പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് മണ്ണിൽ ഒരു ഇത്ര ഓരോ ഇതനുസരിച്ചിട്ട് ഇത്ര ഡെപ്ത് താഴെ ഒരു 1.5 അടി 2 അടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഡെപ്ത് താഴത്ത് കൂടിയാണ് വയർ പോകുന്നത്. ഇതിനൊക്കെ പുറമെ ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല ലൈറ്റുകളും അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഡ്രിപ്പാവുന്ന, നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ ELCB ഡ്രിപ്പാവുന്ന സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബെസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒരു എക്സ്പെൻസ് നമുക്ക് അതിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോളാർ ലൈറ്റ്സ് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ ഒരു സോളാർ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, നമുക്കത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോ സംസാരിക്കുമ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു ആർക്കിടെക്ട് മോട്ടോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മൾ ട്രയലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു സോളാർ ഒരു പോൾ ലൈറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത് 4 to 5 hours ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ 8 hours ഇത് ലിറ്റഡായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വെൻഡേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് പല മോഡുകളുണ്ട്. ഉദാഹരണത്തിന് വളരെ ഡിമ്മായി ലൈറ്റ് കത്തി നിൽക്കും. ഇതിനകത്തൊരു സെൻസർ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഒരു 8 meters റൗണ്ടിൽ സർക്കംഫറൻസ് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഒരു മോഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റർ ലൈറ്റ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡിം ലൈറ്റ് പോലെ പോവും. ബ്രൈറ്ററായിട്ട് നിൽക്കുകയാണെങ്കിൽ 3 hours കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് അത് ഓഫായി പോകുന്നൊക്കെ തരത്തിലുള്ള ഒത്തിരി മോഡുകളുണ്ട്. നമ്മൾ ഏതായാലും നമ്മുടെ ഓഫീസിൽ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. ഏതായാലും നമ്മൾ വെണ്ടർ പറഞ്ഞിട്ടുള്ള ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിൽ സെൻസറൊക്കെ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ 2 ദിവസത്തേക്കുള്ളൊരു ബാക്കപ്പ് ഇതിനകത്ത് ഉണ്ടാവും. അതായത് 35,000 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ലൈറ്റ്സ് ഏകദേശം 1152 LED ചിപ്പുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു എൻ്റയർ പ്രിമൈസ് നല്ല രീതിയിൽ ഇറ്റഡ് ആവുന്നുണ്ട്. കാരണം കുറച്ച് ദിവസമായി നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സെയിം സാധനം നമ്മൾ എന്താ പറയുക, നമ്മൾ വയേർഡായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ DBന്ന് നമുക്കൊരു UG കേബിൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 80 രൂപ തൊട്ടൊക്കെയാണ് ഒരു UG കേബിളിൻ്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ വെർട്ടിക്കൽ ലെങ്ത്തും ഹൊറിസോണ്ടൽ ലെങ്ത്തും എല്ലാം കൂടെ 10-35 മീറ്റർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 10-35 മീറ്റർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90 രൂപയുടെ കേബിൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3000 രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ 3000 രൂപയുടെ മുകളിൽ നമുക്ക് UG കേബിളിന് മാത്രം കോസ്റ്റ് വരും. അതുപോലെ തന്നെ നമുക്ക് അത് സാധാരണ വയർ ഇടുന്ന പോലെ ഇട്ടാൽ മതിയാവില്ല. നമുക്ക് ഒരു ദിവസത്തെ പണി തന്നെ ഉണ്ടാവും. കാരണം അവിടുന്ന് നമ്മൾ ഒരു 1.5 അടി അല്ലെങ്കിൽ 2 അടിയൊക്കെ ഡെപ്തിൽ നമ്മൾ പിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഈ വയർ ചെയ്തു വരാനായിട്ട്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു 2 ആൾക്കാരുടെ പണിക്കൂലി കൂടെ നമുക്ക് അതിന് കൂട്ടേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 5000 രൂപയായി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്കെയിലിലുള്ള
ഒരു 20 വാട്ടിൻ്റെ ഒക്കെ നമ്മളൊരു പോൾ ലൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ളത്. അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ബൾബ് ഇട്ട് യൂസ് ചെയ്യാം, LED ബൾബുകൾ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, LED ചിപ്പിൽ വരുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൈസിങ് എടുത്തു കഴിഞ്ഞാൽ ഒരു 8000 തൊട്ട് 10,000 അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ അതിൻ്റെ പ്രൈസസ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ തലവേദനകളൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ലൈറ്റ് നേരെ ഇത്തരത്തിലുള്ള ഒരു പോളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ പോള് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, പോള് നേരെ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഇവിടേക്ക് വേറെ വയറ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ലൈറ്റ് നേരെ വർക്കാവുകയാണ്. ഇതിനൊരു റിമോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു റിമോട്ടാണ് വരുന്നത്. കാരണം ഇതങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ഇതിനെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റിമോട്ടാണ്. ഈ റിമോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ, 3 അവർ, അതുപോലെ 2 അവർ, 3 അവർ, 2 അവർ എന്നൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാം. അതായത് ഇതിലെ മോഷൻ സെൻസർ സെൻസ് ചെയ്തിട്ട് വൺസ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കത്തും. ഇപ്പോൾ വൈകുന്നേരം ഒരു 10 മണിക്കോ ഒക്കെ ലൈറ്റ് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണി വരെ അത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തെങ്കിലും ഒരു മോഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലൈറ്റ് വീണ്ടും കത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് വീട്ടിലൊരു സ്വിച്ച് ഉണ്ടാവും, ആ സ്വിച്ചിൽ നിന്ന് വേണം ഈ കാര്യങ്ങളൊക്കെ ഓണാക്കാനും ഓഫാക്കാനുമായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള സെൻസേഴ്സ് ഉണ്ട്. ഒന്ന് ലൈറ്റ് സെൻസർ, അതായത് ഡിം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും. അതുപോലെ തന്നെ ഒരു മോഷൻ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലൈറ്റ് ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു മോഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ലൈറ്റ് കത്തും. അല്ലെങ്കിൽ ഡിമ്മായിരിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിനെ ബ്രൈറ്റർ ആക്കും. ഇത്രയും പണികൾ നമ്മൾ ഒരു നോർമൽ വയർഡ് ആയിട്ടുള്ള പോൾ ലൈറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുക്കണം. നമ്മൾ സ്വിച്ചിനെ ഏതെങ്കിലും ഒരു ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇത്ര സമയം തൊട്ട് ഇത് ഓൺ ആവണം, ഇത്രയും സമയം തൊട്ട് ഓഫ് ആവുക. അതിന് പുറമെ ഇത്തരത്തിലുള്ള മോഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു മോഷൻ സെൻസർ, എഗെയിൻ ആ മോഷൻ സെൻസർ നമ്മുടെ ഓട്ടോമേഷൻ അനുസരിച്ചിട്ട് വയർഡോ അല്ലെങ്കിൽ വയർലെസ്സോ ആയിട്ടുള്ള മോഷൻ സെൻസേഴ്സ് വേണം. ഇതൊന്നും മഴ കൊള്ളാതെ ഭംഗിയായി നമുക്ക് നിർത്താൻ പറ്റണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇതിന് ഓരോന്നിനും ആഡ് ഓൺ ആയിട്ടുള്ള എക്സ്പെൻസ് വരും. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എങ്ങനെ വരുന്നതെന്നുള്ളത് കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ലാൻഡ്സ്കേപ്പ് ലൈറ്റുകളും നമ്മളിവിടെ വയറൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ മഴക്കാലം കഴിയുമ്പോഴും അത്യാവശ്യം നല്ല ബ്രാൻഡിലുള്ള നല്ല ലൈറ്റൊക്കെ തന്നെ വാങ്ങി വെക്കാറ്. ഒരു 2 മഴ കഴിയുമ്പോഴെങ്കിലും എനിക്കത് മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ പരപ്പനങ്ങാടി ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വെണ്ടറാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ലൈറ്റ് ഈ പറഞ്ഞ പോലെ മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. പക്ഷേ പുള്ളിയാണ് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക, ഒരു വെണ്ടറായി നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇത് ഈ രീതിയിൽ ഇവിടെ വന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് 13,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കൂടുതലാണെന്നോ കുറവാണെന്നോ അല്ലെങ്കിൽ പല പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ഒക്കെ ചെയ്യാം. ഞാൻ ആക്ച്വലി അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ആമസോണിലൊക്കെ ഉള്ള കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് ഇത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഇതിനേതായാലും നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് കമ്പാരിസൺ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരിക. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിന് ഈ പ്രൈസ് വരുന്നുണ്ട്. ഇത് ഇൻക്ലൂഡിങ് ഈ പോളും ഇൻസ്റ്റാളേഷനും എല്ലാം കൂടെയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ മാനുവലി ചെയ്തെടുക്കുകയായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഒരു 20 വാട്ട്സിൻ്റെയോ 30 വാട്ട്സിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള ഫ്ലഡ് ലൈറ്റ് നമുക്ക് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈസിലുള്ള ഒരു ഫ്ലഡ് ലൈറ്റ് വെക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 8,000 to 10,000 റേഞ്ചിൽ നമുക്ക് ലൈറ്റിന് മാത്രം എക്സ്പെൻസ് വരും. ഉറപ്പായിട്ടും ഈ പോളിനുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് കാണേണ്ടി വരും. അത് വെൽഡൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട ഒരു രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് എല്ലാം വരും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയർ ചെയ്ത് വരുന്നതും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ 10,000-10,000 രൂപ എന്തായാലും ഇതിന് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒരു എസ്റ്റിമേഷൻ ചെയ്യണത്. ഇതേതായാലും ഈ പറയുന്ന 13,500 രൂപയ്ക്ക് ഈ പരുവത്തിൽ നമ്മുടെ സൈറ്റിലേക്ക് എത്തിപ്പെടും. ഞാൻ ഈ പറഞ്ഞ 10,000 രൂപ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പോയി സ്വിച്ച് ഓൺ ആക്കുക എന്നുള്ള പരുവത്തിൽ അത് എത്തും. അതിന് ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സിസ്റ്റം വേണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഓട്ടോമേഷൻ സിസ്റ്റം വെച്ച് കഴിഞ്ഞാലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കുറച്ച് വൈകിട്ട് ഷൂട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ലൈറ്റ് കുറവുണ്ടാകും. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ 6:30 സമയമായിട്ടുണ്ട്. കുറച്ചൊരു ഡിമ്മായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ സോളാർ ലൈറ്റ് ഒറ്റയ്ക്ക് കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാർക്ക്നെസ് ആയിട്ടില്ല. കുറച്ചും കൂടെ ലൈറ്റ് സ്കൈ ഒക്കെ ഒന്ന് ഡാർക്ക് ആയാലായിരിക്കും ലൈറ്റ് കത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി കത്തിച്ച് നോക്കാം. കാരണം അത്യാവശ്യം ഡിമ്മായല്ലോ. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ എത്ര ലൈറ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് റിമോട്ട് യൂസ് ചെയ്ത് ലൈറ്റ് കത്തിച്ചാൽ ഈ രീതിയിൽ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതേപോലെ നമുക്ക് റിമോട്ടിൽ ഓഫാക്കുക
ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തി നമുക്ക് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും ഡിമ്മും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 6:45 സമയമാകുമ്പോഴേക്കും നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കത്തിയിട്ടുണ്ട്. ഒരു ഡിം മോഡിലാണ് ഇപ്പോൾ കത്തി കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു 8 മീറ്റർ ഒരു സർക്കംഫറൻസിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് നടക്കാം. അപ്പം നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ് ആവുന്നത് കാണാം. ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ ലൈറ്റ് കുറേ കൂടെ ബ്രൈറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ലൈറ്റിംഗ് കിട്ടുന്നത്. അതുകൊണ്ടോ ഇത്രയും രീതിയിൽ ബ്രൈറ്റ് ആവുന്നുണ്ട്. ഇനി ഇതേ സാധനം നമ്മൾ ഇവിടെ മാറി ഒരു മോഷനൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഡിമ്മാവുന്നത് നമുക്ക് കാണാം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിലായിരിക്കും നമുക്കത് കാണാൻ പറ്റുക. കണ്ടോ ഇത്രയും സമയം അത് ബ്രൈറ്റായി തന്നെ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ മോഷനൊന്നുമില്ല, ആരും അടുത്തില്ല എന്ന് കാണുന്ന സമയത്ത് കുറച്ച് സമയം കൂടെ കത്തി നിന്ന് കണ്ടോ ഈ രീതിയിൽ അത് ഡിമ്മാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കുറേ കൂടെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലോക്കലി തന്നെ നമ്മുടെ ഒരു വെണ്ടറാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. നമുക്കിതിനൊരു പ്രൈസ് വന്നിട്ടുള്ളത് 13,500 രൂപയ്ക്ക് ഈ രീതിയിൽ അവർ നമ്മുടെ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കും എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരിക്കും ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ ഞാൻ ജസ്റ്റ് വെറുതെ നോക്കിയ സമയത്ത് ഇതിനൊരു വയർ മാത്രം വലിച്ച് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 3,000 രൂപ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലേബർ ഒരു 2 ആൾക്കാർക്ക് ഒരു 2,000 രൂപ, അങ്ങനെ ഒരു 5,000 രൂപയൊക്കെ വരികയായിരിക്കും. ഇതിൻ്റെ ഒരു 20 വാട്ടിൻ്റെ ലൈറ്റ് മാത്രം നമ്മൾ നല്ലൊരു ബ്രാൻഡ് IP65 അല്ലെങ്കിൽ 67 റേറ്റിംഗ് ഒക്കെ ഉള്ള ലൈറ്റ് മേടിക്കണമെങ്കിൽ ലൈറ്റിന് മാത്രം വീണ്ടും ഒരു 6,000 രൂപ അടുപ്പിച്ച് വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പോളാണ്. പോൾ നമ്മൾ GI ഒക്കെ വാങ്ങി ഒരു വെൽഡറെ കൊണ്ട് നമ്മൾ ഈ പണികളൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും സിമിലർ ആയിട്ടുള്ള ഒരു കോസ്റ്റ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും ബെറ്റർ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റിലോ അല്ലെങ്കിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റ് വേണം എന്നുള്ള ആളുകൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒരു കോൺടാക്ട് നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് നമ്മളിതിൻ്റെ വെണ്ടർ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 5 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ റൺ ചെയ്യും എന്നുള്ള അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ 5 വർഷത്തേക്കൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിയുമ്പോഴേക്കും LED ഒരു എഫിഷ്യൻസി കുറയാനും അതുപോലെ തന്നെ ബാറ്ററിയുടെ ഒക്കെ ഇഷ്യൂസ് വരാനായിരിക്കും സാധ്യത. എന്തായാലും ഇത് ആ രീതിയിൽ ഓടുന്ന പറയുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് വാങ്ങുന്ന ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും വാറണ്ടി കഴിയുന്ന സമയത്താണ് അത് അടിച്ചു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.